ഹായ്. ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 3 പുട്ടുപൊടികൾ ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതെന്ന് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കോംബോ ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കോംബോ മീൻസ് ഇപ്പോൾ 3 എണ്ണം കൂടി ഒരു കുറ്റി തന്നെ മൂന്ന് കളറായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബീട്രൂട്ട് പുട്ടുപൊടിയാണ് ഫസ്റ്റ് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കത് ആദ്യം പൊട്ടിക്കാം. ഇപ്പോൾ ദാ ഞാൻ ഇങ്ങനെ ഒരു കപ്പിൽ ഞാൻ നിറയെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചത് 1/2 kg ഒരു പാക്കറ്റാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത്. അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള, എത്ര അളവ് വെള്ളം എടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചെറിയ കഷ്ണമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇങ്ങനെ ഒരു കപ്പിൽ എടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയിട്ട സെയിം കപ്പിലേക്ക് തന്നെ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, അതേ കപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചത്. കണ്ടോ, കപ്പിൻ്റെ കളർ നോക്കിയാൽ റെഡ് കളർ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ, സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 to 15 മിനിറ്റ് വരെ വെക്കാം. പെട്ടെന്ന് ചുടേണ്ടവർക്ക് ചുടാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു 10 to 15 മിനിറ്റ് വരെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ പുട്ട് നല്ല ഇങ്ങനെ ഉലർന്ന് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല, അപ്പോഴത്തേക്ക് നമ്മുടെ പൊടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല റെഡ് കളറിൽ. അപ്പോൾ അടുത്തത് നമുക്ക് ബീട്രൂട്ടും മുരിങ്ങൻ്റെ ഇലയും ഇതേപോലെ സെറ്റാക്കി വെക്കാം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്. ഉപ്പ് ഞാൻ പിന്നീട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തതിൽ ഇടുന്നതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. മുരിങ്ങൻ്റെ ഇലയാണ്. മുരിങ്ങൻ്റെ ഇല ഇതേപോലെ തന്നെ നമുക്ക് ഒരു കപ്പളവിൽ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. പൊട്ടിക്കാം. സിമ്പിളാണ്, ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ പാക്കറ്റ് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ ഇതേപോലെ ആക്കി ചെയ്യും. ഗൈസ്, ഇത് ബീട്രൂട്ട്, ഇത് മുരിങ്ങൻ്റെ ഇല, ഇത് ക്യാരറ്റ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കിത് ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇത്ര പൊടി ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒരു കപ്പിൻ്റെ അരഭാഗമായിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓരോ കഷ്ണം വീതമാണ്. 3 എണ്ണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട്, മുരിങ്ങൻ്റെ ഇല, ക്യാരറ്റ്. അപ്പം ഇത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ, പക്ഷേ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു കപ്പിൻ്റെ പകുതിയെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചുടുക എന്നുള്ളതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോവാം. കട്ട് ചെയ്തോ രീതിയിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് മുരിങ്ങൻ്റെ ഇല പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ പുട്ട് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. കുക്കർ ഗൈസ്, നമുക്കിത് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഗൈസ് ഒക്കെ പറയും, അയ്യോ ക്യാരറ്റ്, ബീട്രൂട്ട്, മുരിങ്ങൻ്റെ ഇല, അയ്യോ ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നവനാണെന്നാണ് അവർ പറയുന്നത്.
നമുക്ക് തേങ്ങയ്ക്ക് വെച്ച് കുറച്ച് കൈപൊള്ളി. ഗൈസ് നല്ല ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ക്യാരറ്റ്, ഇത് ബീട്രൂട്ട്, ഇത് മുരിങ്ങൻ്റെ ഇല. അടിപൊളി ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ ഞാൻ പറയുന്ന തള്ളാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറ. നമുക്കൊരു കഷ്ണം കഴിച്ചു വെക്കാലോ. ചൂടുണ്ട് കേട്ടോ, ഓക്കെ. നല്ല നല്ല ചൂട്. നമ്മളെ പുട്ടായതുകൊണ്ട് പറയുന്നില്ല. ഇത് എന്റെ ടേസ്റ്റിനാവട്ടെ, ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ, വേറെ തന്നെ ഒരു സ്മെല്ല്. കഴിച്ചു നോക്കിയിട്ട് പറ ഗൈസ്, കഴിച്ചു നോക്കിയിട്ട് പറ. ഇനി അടുത്ത് നമുക്ക് ബീട്രൂട്ട് കഴിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ബീട്രൂട്ടാ. ഇതിന് കറികളൊന്നും വേണ്ട, പുട്ടും ഒരു ഗ്ലാസ് ചായയും. അത് വേണമെങ്കിൽ ഒരു ഭംഗിക്ക്, എന്നാലും ഇത് മാത്രം കഴിച്ചാൽ മതി. അടുത്ത നമുക്ക് മുരിങ്ങയില കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, സൂപ്പർ. ഇത് കാണാം. ആഹാ, വീഡിയോ കഴിഞ്ഞിട്ട് വേണം ഇന്ന് കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ. വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ DM ചെയ്യാവുന്നതാണ്. അപ്പോൾ വെറൈറ്റി പുട്ടുപൊടികളുടെ മായ ലോകം സൃഷ്ടിക്കാം.